നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ ഫണ്ട് രൂപീകരണ യോഗം ചേർന്നു. എടവലക്കാട് 3-ാം വാർഡ് സ്വദേശികളായ മുരിങ്ങാമ്പുറത്ത് ടോണി, പുല്ലാർക്കാട് ബിനീഷ് എന്നിവർ മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇവരുടെ തുടർ ചികിത്സയ്ക്കായി ഫണ്ട് രൂപീകരണത്തിനായി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒത്തുകൂടുകയാണ്. യോഗം എടവലക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി.എ. ജോസഫ് ഫണ്ട് നൽകി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആണിഹാരി എത്ര നൽകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു. നടക്കൂ, സുഖമായി നടക്കൂ. എറണാകുളം ജില്ലയിൽ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് സ്വദേശികളായ മുരിങ്ങാമ്പുറത്ത് ടോണി എന്നയാൾ കിഡ്നി തകരാറ് മൂലം കിഡ്നി മാറ്റിവെക്കൽ ചികിത്സയ്ക്കായും പുല്ലാർക്കാട് ബിനീഷ് എന്നയാൾ കരൾ രോഗം ബാധിച്ച് കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായും ദുരിതമനുഭവിക്കുകയാണ്. ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 60 ലക്ഷം രൂപയോളം വേണ്ടിവരും എന്നാണ് ഇരുവരെയും ചികിത്സിക്കുന്ന ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വളരെ നിർധനരായ സഹോദരങ്ങളെയും കുഞ്ഞുകുട്ടികൾ അടങ്ങുന്ന അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളും അടക്കം മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേർന്ന് ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിച്ചു. രൂപീകരണ യോഗം എടവനക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി.എ. ജോസഫ് ഫണ്ട് നൽകി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ വൈഫോൺ ചെയ്താലും കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. ഇത് ഞാൻ ചെയ്തോളാം. പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം, കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ, ഹൈബീഡൻ എം.പി എന്നിവർ രക്ഷാധികാരികളാകും. അഡ്വക്കേറ്റ് കെ.എം. അബ്ദുൾ റഷീദ്, വാർഡ് മെമ്പർ നഷീദ ഫൈസൽ എന്നിവർ കൺവീനർമാരുമായാണ് ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിച്ചത്. യോഗത്തിൽ പി.ജെ. നിഷിൽ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ നഷീദ ഫൈസൽ അധ്യക്ഷയായി. ജനകീയ സമിതി കൺവീനർ നഷീദ ഫൈസൽ, അഡ്വക്കേറ്റ് കെ.എം. അബ്ദുൾ റഷീദ്, കെ.ടി. റാഫേൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എ. സാജിദ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ബി. സാബു, അഡ്വക്കേറ്റ് കെ.എം. അബ്ദുൾ റഷീദ്, അബ്ദുൾ ഖയൂം, വേണു മാടവന, മുൻ പഞ്ചായത്ത് അംഗം പി.എച്ച്. അബുബക്കർ, പഞ്ചായത്ത് മെമ്പർ ശാന്തി മുരളി, ബിനോയ്, സുനൈന, സജിത്, ജനകീയ സമിതി അംഗങ്ങളായ അനീഷ്, സുധീർ, സാജൻ, ഷാൽബി, റോഷി, സിൽവി, ജയൻ, സുമിൻ ലാൽ, റോയി തുടങ്ങിയവർ പങ്കെടുത്തു. ജനകീയ സമിതി കൺവീനർ കെ.ഡി. റാഫേൽ നന്ദിയും പറഞ്ഞു.